2021 മുതലുള്ള 8ഓളം തെരഞ്ഞെടുപ്പുകൾ ഞാൻ കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. അതിലേറ്റവും ആദ്യം പറഞ്ഞത് പിണറായി വിജയന്റെ തുടർഭരണമാണ്. അന്ന് ഇതുപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള റിസൾട്ട് പറഞ്ഞപ്പോൾ അതിൽ 90ലധികം സീറ്റുകൾ നേടി ജയിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കർണാടകത്തിലെയും അതുപോലെ തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ വളരെ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തെറ്റിപ്പോയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്ന് സുരേഷ് ഗോപിയുടെ പരാജയമാണ് തെറ്റിപ്പോയത്. പക്ഷേ സുരേഷ് ഗോപിയോട് വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം അതെന്തുകൊണ്ടാണ് എന്ന് പരിശോധിച്ചപ്പോഴാണ് അതിൽ നടത്തിയിട്ടുള്ള കള്ള വോട്ടുകളുടെ നമ്പറൊക്കെ തന്നെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞത്. അത് കേരളത്തിലോട് ആദ്യമായിട്ട് വിളിച്ചു പറയുന്നതൊക്കെ ഞാനാണ്. പിന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും ചെറിയ ഭൂരിപക്ഷത്തിന് എം സ്വരാജ് ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിലും ചെറിയ തെറ്റലുകളുണ്ടായി. ബാക്കി പുതുപ്പള്ളി മുതൽ പാലക്കാട് വരെയുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും തന്നെ ഞാൻ പറഞ്ഞത് കൃത്യമായിരുന്നു. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ 18,600ലധികം വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ വ്യത്യാസമുണ്ടായത് 840 ആണ്. എന്ന് പറഞ്ഞാൽ കേവലം 240 വോട്ടുകളുടെ വ്യത്യാസത്തിനാണ്. പുതുപ്പള്ളിയിൽ അതുപോലെ തന്നെ 36,000-ലധികം വോട്ടുകളുടെ നേടി ജയിക്കുമെന്നാണ് പറഞ്ഞത്. 37,000-ലധികം വോട്ടുകൾ മാത്രമാണ് ചാണ്ടി ഉമ്മന് കിട്ടിയത് എന്നുള്ളത് എല്ലാവരും ഓർക്കണം. അതുപോലെ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പടക്കം ഞാൻ കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ ചെറിയ മിസ്റ്റേക്കുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് തന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 48 സീറ്റുകളിൽ ആരൊക്കെ ജയിക്കും എന്നുള്ളതാണ്. ഏതൊക്കെ ജില്ലകളിൽ ആരൊക്കെ മുൻതൂക്കം നേടും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മളൊരു വിശദമായിട്ടുള്ള സർവേ ഒന്നും നടത്തിയിട്ടില്ല. സർവേ നടത്തിയാൽ നമുക്ക് കുറെ കൂടി കൃത്യമായി പ്രവചിക്കാൻ കഴിയും. പക്ഷേ ഇത് ഞാൻ നടത്തിയ യാത്രകളിൽ നിന്ന്, എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻപുട്ടുകളിൽ നിന്ന്, ഡാറ്റകളിൽ നിന്ന്, അതുപോലെ ഇതുവരെ വന്നിട്ടുള്ള സർവേ റിസൾട്ടുകളിൽ നിന്നെല്ലാം തന്നെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യമേ തന്നെ നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് 5 സീറ്റുകളുണ്ട്. അവിടെ നിലവിൽ 3 LDF-നും 2 UDF-നുമാണ് ഉള്ളത്. അതിൽ എന്ത് വ്യത്യാസം വരും എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കാൻ പോകുന്നത്. അതിൽ കാസർഗോഡ് ഇത്തവണ 2 സീറ്റുകൾ UDF-നും 3 LDF-നും എന്നുള്ള നിലക്ക് തന്നെ നിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതിൽ ഏറ്റവും ആദ്യത്തെ മണ്ഡലം എന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്. അവിടെ നമുക്കറിയാം AKM അഷ്റഫാണ് മത്സരിക്കുന്നത്. അവിടെ BJP-യിലെ കെ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. വലിയ ഫൈറ്റാണ് നടക്കുന്നത്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ തവണ 89 വോട്ടുകൾക്കും കഴിഞ്ഞ തവണ 745 വോട്ടുകൾക്കുമാണ് AKM അഷ്റഫ് ജയിച്ചത്. പക്ഷെ ഇത്തവണ AKM അഷ്റഫ് അതിനേക്കാൾ കൂടിയ മജോറിറ്റിയിൽ ജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. വലിയ ടൈറ്റ് ഫൈറ്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ തീർച്ചയായിട്ടും അവിടെ ജയിക്കാൻ സാധ്യതയുള്ളത് AKM അഷ്റഫ് തന്നെയാണ്. അപ്പൊ അതാണ് മഞ്ചേശ്വരത്തെ കാര്യം പറയാനുള്ളതെങ്കിൽ, രണ്ടാമത്തേത് കാസർഗോഡാണ്. കാസർഗോഡ് UDF-ന്റെ ഒരു മണ്ഡലമാണ്. അവിടെ ഇത്തവണ LDF-ന്റെ ഷാനവാസ് പാദൂർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. പക്ഷെ അവിടുത്തെ മത്സരം എന്ന് പറയുന്നത് BJP-യുമായിട്ടാണ്, L അശ്വിനിയുമായിട്ടാണ്. അവിടെ കല്ലട്ര മായിൻ ഹാജി ജയിക്കാനാണ് സാധ്യത. എന്ന് പറഞ്ഞാൽ കാസർഗോഡിൽ IUML-ന്റെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കല്ലട്ര മാഹിൻ ഹാജി ജയിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഉദുമയാണ്. ആ ഉദുമയിൽ LDF-ന്റെ CPM-ന്റെ CH കുഞ്ഞമ്പു, അവിടെ LDF-ന്റെ ഒരു മണ്ഡലമാണ് CH കുഞ്ഞമ്പു. ഞാൻ വിചാരിക്കുന്നത് അവിടെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റാണ്. കഴിഞ്ഞ തവണ അവിടെ ഒരു വലിയ വോട്ട് 13,322 വോട്ടിന്റെ മജോറിറ്റിയിലാണ് ഈ LDF അവിടെ ജയിച്ചിട്ടുള്ളത്. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി ഒരു N നീലകണ്ഠനാണ്. അവിടെ വലിയ ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഇത്തവണ ഭൂരിപക്ഷമൊക്കെ കുറഞ്ഞേക്കാം. പക്ഷെ ഒരു ചെറിയ മാർജിനിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉദുമയിൽ ജയിക്കാൻ LDF-ന് തന്നെയാണ് സാധ്യതകളുള്ളത്. യഥാർത്ഥത്തിൽ മഞ്ചേശ്വരത്തേക്കാൾ കൂടുതൽ എനിക്ക് ടൈറ്റ് ഫൈറ്റായി തോന്നുന്ന ഒരു മണ്ഡലം അതുകൂടിയാണ് എന്നുള്ളത് പറഞ്ഞു നോക്കട്ടെ. ഇനി അടുത്ത 2 മണ്ഡലങ്ങൾ, ഒന്ന് കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് CPI-യുടെ മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ തവണ തന്നെ 44% വോട്ടുകൾ നേടിയാണ് അവിടെ CPI ജയിച്ചിട്ടുള്ളത്. ഇത്തവണ CPI-യുടെ സ്ഥാനാർത്ഥി തന്നെ LDF തന്നെ അവിടെ ജയിക്കും. അതുപോലെ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ ഒരു വലിയ സാധ്യതകളൊന്നുമില്ല. ഏതാണ്ട് ഒരു 6-8%, 9-10% വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് കാഞ്ഞങ്ങാട് മിക്കവാറും ജയിക്കാറുള്ളത്. അത് തന്നെ ഇത്തവണയും അവിടെ ആവർത്തിക്കും എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ഒരു മണ്ഡലമുള്ളത് തൃക്കരിപ്പൂരാണ്. തൃക്കരിപ്പൂർ യഥാർത്ഥത്തിൽ LDF-ന്റെ ഒരു ഉറച്ച കോട്ടയാണ്. CPM-ന്റെ VPP മുസ്തഫ എന്ന് പറയുന്ന ചാനൽ ചർച്ചകളിലേക്ക് മുഖമായിട്ടുള്ള ഒരു ജില്ലാ നേതാവാണ് അവിടെ മത്സരിക്കുന്നത്. ആ മത്സരിക്കുന്ന അദ്ദേഹം തന്നെ അവിടെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ അവിടെ ചെന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി, അത് ശ്രദ്ധ പിടിച്ചുപറ്റാൻ പറ്റിയൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സന്ദീപ് വാര്യരാണ്. അതായത് ഇടക്കാലത്ത് BJP-യിൽ ഉണ്ടായിട്ട് പിന്നീട് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർക്ക് പല സീറ്റുകളും അദ്ദേഹം മോഹിച്ചിരുന്നു, തൃശ്ശൂരിലും പാലക്കാടും ഒക്കെ. പക്ഷേ ഏറ്റവും ഒടുവിൽ കിട്ടിയത് തൃക്കരിപ്പൂരാണ്. ആ തൃക്കരിപ്പൂരിൽ രവി കുളങ്ങരയാണ് BJP-യുടെ സ്ഥാനാർത്ഥി. ഈ തൃക്കരിപ്പൂരിലും യഥാർത്ഥത്തിൽ ഈസിയായി തന്നെ LDF അവിടെ ജയിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ കാസർഗോഡിന്റെ കാര്യം എടുത്തു വെച്ചാൽ
മഞ്ചേശ്വരത്തും കാസർഗോഡും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുമ്പോൾ ഉദുമയിലും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരിലും, അതിൽ ഉദുമയിൽ മാത്രം എനിക്കൊരു ചെറിയ സംശയമുണ്ട്, പക്ഷെ കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരിലും ഉറപ്പായിട്ടും ജയിക്കും. പക്ഷെ നമുക്ക് ഉദുമയും തൽക്കാലം ഇതിൻ്റെ ഒപ്പം തന്നെ കൂട്ടാം. അപ്പോൾ ഏതാണ്ട് 3-2 എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് കോ കാസർഗോഡിൽ നിലനിർത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി BJPക്ക് ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ളത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് ഉദുമയാണ്. ഇനി രണ്ടാമത്തേത് കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ആണ്. കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ആകെ നിലവിലുള്ളത് 11 കോൺസ്റ്റിറ്റ്യുവൻസികളാണ്. ആ 11 എണ്ണത്തിൽ 9 എണ്ണം ഇപ്പോൾ LDFനാണ്, അതുപോലെ 2 എണ്ണം UDFനാണ്. നമുക്കതിൽ എത്രത്തോളം വലിയ മാറ്റമുണ്ടാകും എന്നുള്ളതൊന്ന് പരിശോധിക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ മണ്ഡലം എന്ന് പറയുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂരിൽ വലിയ വിവാദമുണ്ടായിട്ടുള്ള ഒരു മണ്ഡലമാണ്. കാരണം TI മധുസൂദനാണ് ഇപ്പോൾ അവിടുത്തെ MLA എന്ന് പറയുന്നത്. ആ TI മധുസൂദനൻ സിറ്റിംഗ് MLA തന്നെയാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് V കുഞ്ഞികൃഷ്ണനാണ്. അതായത് കോൺഗ്രസിന്റെ ഒരു വിസ്മയമാണ് എന്നുള്ളത് പറയാതെ വയ്യ. V കുഞ്ഞികൃഷ്ണൻ TI മധുസൂദന് സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ നടത്തി എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് CPM-ൽ നിന്ന് പുറത്തുപോയ ഒരാളാണ്. CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവായിരുന്നു. അദ്ദേഹം അങ്ങനെ പുറത്തുപോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ പിന്തുണക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു വിസ്മയവും സൃഷ്ടിക്കാനായിട്ട് കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. NDAക്ക് ഒരു 15-18-16% വോട്ടുകളാണ് പിടിക്കാൻ കഴിയുക. പക്ഷേ അവിടെ ഉറപ്പായിട്ടും തന്നെ TI മധുസൂദനൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതാണ് വാസ്തവം. ഒരു 10% വോട്ടുകളുടെയൊക്കെ ഭൂരിപക്ഷത്തിൽ LDF തന്നെ നേടും. കാരണം പയ്യന്നൂർ അത്രമാത്രം ഉറച്ച കോട്ടയാണ്. രണ്ടാമത്തേത് കല്യാശ്ശേരിയാണ്. കല്യാശ്ശേരിയിൽ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു MLA ആണ്, സിറ്റിംഗ് MLA വിജിൻ എന്ന് പറയുന്ന MLA. അദ്ദേഹത്തിൻ്റെ CPM-ന്റെ വളരെ ഉറച്ച മണ്ഡലമാണ്. വിജിൻ തന്നെയാണ് ഇത്തവണ മത്സരിക്കുന്നത്. വിജിൻ, അതുപോലെ UDFന്റെ മത്സരിക്കുന്നത് രാജീവൻ കപ്പച്ചേരി എന്ന് പറയുന്ന ഒരാളാണ്. വലിയ മാർജിനിൽ അവിടെ യഥാർത്ഥത്തിൽ കല്യാശ്ശേരിയിൽ വിജിൻ തന്നെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. BJPക്ക് ഒരു 10% താഴെ മാത്രം വോട്ടുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പയ്യന്നൂരിലെയും കല്ലാശ്ശേരിയിലെയും പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തത് തളിപ്പറമ്പാണ്. തളിപ്പറമ്പ് ഇതുപോലെ വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാഷ് മത്സരിച്ചു കൊണ്ടിരുന്ന മണ്ഡലമാണ്. ഗോവിന്ദൻ മാഷ് മത്സരിച്ചപ്പോൾ ഏതാണ്ട് 25,000-ഓളം വരുന്ന ഭൂരിപക്ഷവും, അതിനു മുൻപ് ജെയിംസ് മാത്യു മത്സരിച്ചപ്പോൾ 50,000-ഓളം വരുന്ന ഭൂരിപക്ഷവും ഉണ്ടായ CPM-ന്റെ ഒരു ഉറച്ച കോട്ടയാണ്. ഇത്തവണ ആ കോട്ട ഇളകുമോ എന്നുള്ളതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയായിട്ടുള്ള ശ്യാമള, PK ശ്യാമളയാണ് അവിടെ മത്സരിക്കുന്നത്. അങ്ങനെ ഭാര്യയെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ വലിയ കലാപമുണ്ടാക്കുകയും പിന്നീട് പുറത്തേക്ക് പോവുകയും ചെയ്ത TK ഗോവിന്ദൻ, അദ്ദേഹം കണ്ണൂരിലെ CPM-ന്റെ ഏറ്റവും തലമുതിർന്ന നേതാവായിരുന്നു, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. അദ്ദേഹമാണ് പുറത്തേക്ക് പോയിട്ടുള്ളത്. രണ്ടാമത്തെ വിസ്മയമാണ് കണ്ണൂരിൽ നിന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അവിടെ ഹരിദാസാണ് NDAയുടെ സ്ഥാനാർത്ഥിയുള്ളത്. പക്ഷേ എങ്കിൽ പോലും അത്ര വലിയ വിസ്മയമൊന്നും സൃഷ്ടിക്കാൻ യഥാർത്ഥത്തിൽ കഴിയില്ല. അവിടെ വലിയ മാർജിനൊന്നും അല്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ PK ശ്യാമള തന്നെ ജയിക്കും. ഒരുപക്ഷെ ഗോവിന്ദൻ മാഷ് നേടിയിട്ടുള്ള അതേ വോട്ടുകൾക്ക് തന്നെ ജയിച്ചാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ CPM-ന്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ കോട്ടയായിട്ടുള്ള കണ്ണൂരിലുള്ള ഏറ്റവും സോളിഡായി UDFനുള്ള ഒരു മണ്ഡലമാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഇരിക്കൂറാണ്. ഇരിക്കൂറിൽ നേരത്തെ നിങ്ങൾക്കറിയാം KC ജോസഫ് ഒക്കെ മത്സരിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. കോട്ടയത്ത് നിന്നുള്ള KC ജോസഫ് അവിടെ പോയി മത്സരിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. യഥാർത്ഥത്തിൽ അത് കണ്ണൂരിനകത്തൊരു കോട്ടയമാണ് എന്നുള്ളത് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇടുക്കിയാണെന്നൊക്കെ ആളുകൾ വിളിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു മണ്ഡലം തന്നെയാണ്. അവിടെ സജീവ് ജോസഫാണ് MLA. അദ്ദേഹം തന്നെയാണ് ഇത്തവണ മത്സരിക്കുന്നത്. അദ്ദേഹം എളുപ്പത്തിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നല്ല മാർജിനിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. മാത്യു കുന്നപ്പള്ളിയാണ് LDFന്റെ സ്ഥാനാർത്ഥി. വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ കഴിയില്ല. അതുപോലെ ശ്രീനാഥ് പത്മനാഭനാണ് BJPയുടെ സ്ഥാനാർത്ഥി ഉള്ളത്. BJPക്ക് ഒരു 12% വരുന്ന വോട്ടുകൾ മാത്രമേ അവിടെ ഉള്ളൂ, അല്ലെങ്കിൽ 10-12% വോട്ടുകളേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇരിക്കൂർ മണ്ഡലത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന കേരളം വളരെ ശ്രദ്ധയോടെ കാണുന്ന അടുത്തൊരു മണ്ഡലമാണ് പേരാവൂർ എന്ന് പറയുന്നത്. അത് സണ്ണി ജോസഫ് MLA ആണ് മത്സരിക്കുന്നത്. നിങ്ങൾക്കറിയാം KPCCയുടെ പ്രസിഡന്റാണ് അദ്ദേഹം. LDFന്റെ KK ശൈലജ എന്ന് പറയുന്ന ഒരുപക്ഷെ ഒരു വനിതാ മുഖ്യമന്ത്രി വന്നാൽ മുഖ്യമന്ത്രിയാകുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവർ മത്സരിക്കുന്നത്. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്, വലിയ ഇമേജ് ഉള്ള ഒരാളാണ്. ശൈലജ മട്ടന്നൂരിൽ നിന്ന്, അതായത് വളരെ സോൾഡ് ആയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് 60,000-ഓളം വരുന്ന വോട്ടുകളുടെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയ ഒരാളാണ്. അവർ പേരാവൂരിൽ നേരത്തെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയാണ് പാർട്ടി നിയോഗിച്ചേക്കുന്നത്. വലിയ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അവിടെ. പക്ഷേ ടൈറ്റ് ഫൈറ്റ് ആണെങ്കിൽ പോലും ഞാൻ ഇന്നലെ വരെയുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ചാൽ യഥാർത്ഥത്തിൽ അവിടെ സണ്ണി ജോസഫ് ജയിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ ഭവിച്ചിട്ടുള്ളത് വയനാടിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ചില കണക്കുകൾ സണ്ണി ജോസഫ് പുറത്തേക്ക് പറയുകയും
അതിനൊട്ടും വിശ്വാസ്യതയില്ലാതെ വരികയും ആ വയനാട് ഫണ്ടുകൾ അടിച്ചുമാറ്റിയ ഫണ്ട് എന്ന് പറയുന്നത് KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും അക്കൗണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യമൊക്കെ തന്നെ അവിടെ വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് അദ്ദേഹത്തിനെതിരെ. അതുകൊണ്ട് അത് എങ്ങനെ വരുമെന്നറിയില്ല. കാരണം ഒരു 2-3% വോട്ടുകളുടെ പത്രം വ്യത്യാസത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അത് ഇപ്പോൾ തൽക്കാലം നമുക്ക് UDFൻ്റെതായിട്ട് കണക്ക് കൂട്ടാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് യഥാർത്ഥത്തിൽ കൂത്തുപറമ്പ് ആണ്. കൂത്തുപറമ്പിൽ അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം KP മോഹനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് PR കുറുപ്പ് മുതലുള്ള ആളുകൾ ഇങ്ങോട്ട് മത്സരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ PR കുറുപ്പിൻ്റെയൊക്കെ കൊച്ചുമകനാണ് ഇവിടെ മത്സരിക്കുന്നത്, PK പ്രവീൺ എന്ന് പറയുന്നത്. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല. PK പ്രവീൺ തന്നെ അവിടെ ജയിക്കും. അതുപോലെ തന്നെ അവിടെ മുസ്ലിം ലീഗിൻ്റെ കാൻഡിഡേറ്റ് ആണ്, ഒരു വനിതാ കാൻഡിഡേറ്റ് ആണ്, ജയന്തി രാജൻ. യഥാർത്ഥത്തിൽ അതത്ര ഉറപ്പില്ലാത്ത സീറ്റായതുകൊണ്ടാണ് ഒരു വനിതയ്ക്ക് കൊടുത്തത് തന്നെ. പിന്നെ ഒരു 10-15-18% വോട്ട് പിടിക്കാൻ കഴിയുന്ന BJP കൂടിയുണ്ട്. ഷിജിലാലാണ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്, NDAയുടെ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ കഴിഞ്ഞ തവണ KP മോഹനൻ ജയിച്ചത് 9541 വോട്ടുകൾക്കാണ്. ഏതാണ്ട് ഏറെക്കുറെ അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു 5000-ൽ മുകളിൽ മാർജിനിലേക്ക് ഉറപ്പായിട്ടും തന്നെ കൂത്തുപറമ്പിൽ നേരത്തെ പറഞ്ഞ PK പ്രവീൺ ജയിക്കാനാണ് സാധ്യത. ആ സീറ്റ് LDFന് തന്നെയാണ്. അടുത്തത് CPMൻ്റെ വലിയ ഉറച്ച കോട്ടയാണ്, ഒരു സംശയത്തിനും അടിസ്ഥാനമില്ല. അത് മട്ടന്നൂരാണ്. ഇപ്പോൾ കറന്റ് MLA എന്ന് പറയുന്നത് KK ശൈലജയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട്, അതായത് ഉറപ്പുള്ള സീറ്റുകളിൽ 2 ടേം വ്യവസ്ഥ കർശനമായി നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ മാറ്റിയിട്ടുള്ളത്. അത് പകരം പേരാവൂരിലേക്ക് മത്സരിക്കാൻ വിട്ടിട്ടുള്ളത്. അവിടെ ഇട്ടിട്ടുള്ളത് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള VK സനോജിനെയാണ്. സനോജ് അവിടെ നിന്ന് ഉറപ്പായിട്ടും ജയിക്കും. ചന്ദ്രൻ തില്ലങ്കേരിയാണ് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി, UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ബിജു എളക്കുഴിയാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഒരു 11-10%-12% വോട്ടുകൾ മാത്രമേ BJPക്കുള്ളൂ. മിക്കവാറും തന്നെ ഒരു 8-10-12% വോട്ട് BJP പിടിക്കുമെന്നുള്ളത് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അനായാസം ഏറ്റവും ആദ്യം ജയിക്കാൻ പോകുന്ന ഒരു MLA ആണ് VK സനോജ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. അദ്ദേഹം മട്ടന്നൂരാണ്. അപ്പോൾ അദ്ദേഹം മട്ടന്നൂരിൽ നിന്ന് ഉറപ്പായിട്ടും ജയിക്കും. കഴിഞ്ഞ തവണ KK ശൈലജ കൊടുത്തിട്ടുള്ള 60,000 ഭൂരിപക്ഷം ഉണ്ടാകുമോ ഇല്ലയെന്ന് മാത്രമേ നമ്മൾ അറിയേണ്ടതുള്ളൂ. അടുത്തൊരു മണ്ഡലം, 8ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് അഴീക്കോടാണ്. അഴീക്കോടിൽ അവിടെ KV സുമേഷ് MLA ആണ് ഇപ്പോൾ കറന്റ് MLA. അത് CPMൻ്റെ MLA ആണ്, LDFൻ്റെ MLA ആണ്. അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്. അവിടെ കരീം ചേലേരി എന്ന് പറയുന്ന UDFൻ്റെ IUMLൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കാൻഡിഡേറ്റ് ആണ്. പിന്നെ വിനോദ് കുമാർ എന്ന് പറയുന്ന BJP കാൻഡിഡേറ്റുമാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ വളരെ നാരോ മാർജിനിലാണെങ്കിൽ പോലും അവിടെ സുമേഷ് ജയിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് പറയുന്നത്. വലിയ മാർജിനിലൊന്നും ജയിക്കില്ല. അഴീക്കോട് പലപ്പോഴും KM ഷാജിയൊക്കെ മത്സരിച്ചിരുന്നൊരു മണ്ഡലമാണ്. MV നികേഷ് കുമാർ പരാജയപ്പെട്ടൊരു മണ്ഡലമാണ്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. കിണറ്റിലിറങ്ങിയൊക്കെ അദ്ദേഹം വലിയ പ്രകടനം നടത്തിയിട്ട് പോലും ജയിക്കാതിരുന്നൊരു മണ്ഡലമാണ്. പക്ഷെ അവിടെ KV സുമേഷ് MLA നിലനിർത്താൻ തന്നെയാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത മണ്ഡലം ചർച്ച ചെയ്യേണ്ട പോലും കാര്യമില്ല. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ധർമ്മടമാണ്. ആ ധർമ്മടത്തിൻ്റെ കാര്യത്തിൽ പിണറായി വിജയനാണ് മത്സരിക്കുന്നത്. പിണറായി വിജയൻ എളുപ്പത്തിൽ ജയിക്കും. അവിടെ VP അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. K രഞ്ജിത്താണ് BJPയുടേത്. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല. വലിയ മാർജിനിൽ തന്നെ പിണറായി വിജയൻ അവിടെ നിന്ന് ജയിക്കും. അടുത്തത് കണ്ണൂരാണ്. അത് കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA മത്സരിക്കുന്ന, അതായത് കടന്നപ്പള്ളി നമ്മുടെ മന്ത്രിയായിരിക്കുന്ന കടന്നപ്പള്ളി മത്സരിക്കുന്ന മണ്ഡലമാണ്. അത് സിറ്റിംഗ് ഇപ്പോൾ LDFൻ്റെ MLA ആണ്. പക്ഷേ അവിടെ മത്സരിക്കുന്നത് TO മോഹനൻ എന്ന് പറയുന്ന പഴയ മേയറാണ് കോൺഗ്രസിൻ്റെ. അദ്ദേഹം മത്സരിക്കുന്നത് C രഘുനാഥ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള BJPക്കാരൻ. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പോയതാണ്. K സുധാകരൻ്റെ അനുയായിയൊക്കെ ആയിരുന്നു. അദ്ദേഹം കൂടിയാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ഇത്തവണ ഒരു അട്ടിമറി നടക്കും. ആ അട്ടിമറി നടക്കാൻ പോകുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രൻ ആ സീറ്റ് നഷ്ടപ്പെടും. അത് UDFലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ തലശ്ശേരിയിൽ NM ഷംസീർ ആയിരുന്നു MLA. അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് കൊടുത്തിട്ടില്ല. അവിടെ ഇത്തവണ മത്സരിക്കുന്നത് കാരായി രാജനാണ്. അതുപോലെ കോൺഗ്രസിൻ്റെ KP സാജു ആണ്. പിന്നെ BJPയുടെ നിതീഷാണ്. ഇതിൽ കാരായി രാജൻ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ അവിടെ നിന്ന് ജയിക്കും. കാരണം തലശ്ശേരി ഇതുപോലെ തന്നെ CPMൻ്റെ വലിയ ഉറച്ച മണ്ഡലമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫൈനൽ കണ്ണൂരിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ LDF 8 സീറ്റുകളിലേക്കും UDF 2 സീറ്റുകളിലേക്കും പേരാവൂർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 3 സീറ്റുകളിലേക്കും എത്തും. പേരാവൂരിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്കിപ്പോഴും സംശയങ്ങളുണ്ട്. പക്ഷേ ഇതാണ്, അതായത് ഇരിക്കൂറിൽ നിന്നുള്ള സജീവ് ജോസഫ് MLAയും
കണ്ണൂരിൽ നിന്നുള്ള ടി ഒ മോഹനുമാണ് ജയിക്കാൻ പോകുന്നത് യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റായിട്ട്. അതിൽ കണ്ണൂരിൽ നിന്ന് അത് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പേരാവൂരിൻ്റെ കാര്യം മാത്രം നമ്മളൊന്ന് സംശയത്തിൽ വെക്കുന്നു. പക്ഷേ ഇപ്പോൾ തൽക്കാലം അത് യു ഡി എഫിന് ഇപ്പം കൂട്ടാം. അങ്ങനെയാണെങ്കിൽ 8-3 എന്നുള്ളൊരവസ്ഥയിലേക്കാണ് അവിടെ എത്തുക. ഇതാണ് കണ്ണൂരിൻ്റെ 11 മണ്ഡലങ്ങളെങ്കിൽ അടുത്തത് നമ്മൾ എത്തിച്ചേരുന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ 3 മണ്ഡലങ്ങളേ ഉള്ളൂ. ആ 3 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 2 എണ്ണവും യു ഡി എഫിനൊപ്പം തന്നെയായിരുന്നു. ഒരെണ്ണം മാത്രമാണ് എൽ ഡി എഫിനൊപ്പം നിന്നത്. അത് മാനന്തവാടിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ള OK കേളുവാണ്. അപ്പോൾ അത് അവിടെ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ വയനാടിൽ ഇത്തവണ കൽപ്പറ്റയിലാണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കുന്നത്. കൽപ്പറ്റയിലെ MLA എന്ന് പറയുന്നത് ടി സിദ്ദിഖാണ്. കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായ വലിയ തരംഗത്തിൽ പോലും അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു കയറിയതാണ്. അദ്ദേഹത്തിന് ഇത്തവണ വലിയ പ്രതിബന്ധങ്ങൾ അവിടെ നേരിടേണ്ടി വരും. കാരണം ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ വീട് നഷ്ടപ്പെട്ട്, ബന്ധുക്കൾ നഷ്ടപ്പെട്ട്, ഏറ്റവും ഒടുവിൽ സ്വന്തം പ്രണയിച്ചിരുന്ന ഒരാളെയും കല്യാണം കഴിക്കാമെന്ന് പറയുന്ന ഒരാളെയും നഷ്ടപ്പെട്ട് നിരാലംബയായപ്പോൾ ഒരു പെൺകുട്ടിക്ക് വീട് പണിത് കൊടുക്കാം എന്ന് പറയുന്ന വിവാദം ആ മണ്ഡലത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 1500 സ്ക്വയർ ഫീറ്റുള്ള വീടും 13 സെന്റ് സ്ഥലവും കൊടുക്കാമെന്നുള്ളത് ഒരു സ്പോൺസർഷിപ്പ് വഴിയാണ്. പക്ഷേ ടി സിദ്ദിഖ് പറഞ്ഞിരുന്നുവെന്നും ഇപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. സ്ഥലവും വീടും കിട്ടിയില്ല എന്ന് മാത്രമല്ല, 15 ലക്ഷം രൂപ ഗവൺമെന്റിന്റെ അടുത്ത് മേടിച്ചത് തിരിച്ചു കൊടുത്തുകൊണ്ട് ഗവൺമെന്റിന്റെ സ്ഥലവും വീടും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ശ്രുതി കാത്തിരിക്കുകയാണ്. വലിയ നിർഭാഗ്യമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. കേരളം മുഴുവൻ കൂടെ നിന്നൊരു പെൺകുട്ടിയാണ്. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചൊരു പെൺകുട്ടിയാണ്. അപ്പം അത്തരത്തിലുള്ള വിവാദങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ പോലും തീർച്ചയായിട്ടും അവിടെ നിന്ന് സിദ്ദിഖ് ജയിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അതൊരു ഉറച്ച യു ഡി എഫിൻ്റെ മണ്ഡലമായി അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ജയിക്കാനാണ് സാധ്യത എന്ന് പറയുന്നത്. എൽ ഡി എഫിൻ്റെ PK അനിൽകുമാറാണ്. ഒരു 40% അദ്ദേഹവും വോട്ട് പിടിക്കും. പക്ഷെ എങ്കിൽ പോലും ഏതാണ്ട് ഒരു 50% വോട്ട് പിടിച്ച് ടി സിദ്ദിഖ് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഭൂരിപക്ഷം കുറയുന്നുണ്ടെങ്കിൽ ഈ വിവാദങ്ങളുടെ പേരിൽ കൂടിയായിരിക്കും കുറയുക. BJPക്ക് ഒരു 8% വോട്ടുകളൊക്കെയാണ് അവിടെ ഉള്ളത്. ഇനി അടുത്തത് സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരിയും ഇതുപോലെ വിവാദ നായകനായിട്ടുള്ള ഒരാളാണ് അവിടെ മത്സരിക്കുന്നത്, IC ബാലകൃഷ്ണൻ. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, അദ്ദേഹത്തിനെതിരെ അവിടുത്തെ ഒരു DCC ട്രഷറർ NM വിജയനും 75 വയസ്സുള്ള അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനെ കൊന്നതിന് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത് അവിടുത്തെ സഹകരണ ബാങ്കുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് 25 ലക്ഷം രൂപ കൈക്കൂലി മേടിച്ച് IC ബാലകൃഷ്ണനൊക്കെ തട്ടിച്ചെടുത്തു എന്ന് പറയുന്ന പരാതിയുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ വലിയ വിവാദങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ എങ്കിൽ പോലും ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ അവിടെ മത്സരിക്കുന്ന IC ബാലകൃഷ്ണനാണ്. കൂടാതെ CPMൻ്റെ MS വിശ്വനാഥനാണ്. അതുപോലെ NDAയുടെ കവിതയാണ് മത്സരിക്കുന്നത്. പക്ഷേ കവിതയ്ക്കൊരു 7-9-10% വോട്ട് കിട്ടും. കൂടാതെ IC ബാലകൃഷ്ണന് ഒരു 50%-ത്തിനേക്കടുത്ത് വോട്ട് കിട്ടി ജയിക്കാനാണ് സാധ്യത. കാരണം ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകതകൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ അതൊരു ഉറച്ച UDF മണ്ഡലമായിട്ട് നമുക്ക് കണക്കൂട്ടാൻ കഴിയുന്ന മണ്ഡലമാണ്. ഇനി അവിടെയുള്ള കഴിഞ്ഞ തവണ പോലും ഒരു സീറ്റാകെ ജയിച്ചിരുന്നത് മാനന്തവാടിയിലാണ് LDF ജയിച്ചിരുന്നത്. അത് OR കോയില് MLA ആയിട്ട് നിൽക്കുകയാണ്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ കറണ്ട് MLA. LDFൻ്റെ CPMൻ്റെ കേളു തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. ഉഷാ വിജയനാണ് രണ്ടാമത് മത്സരിക്കുന്നത്. ശ്യാംരാജാണ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. NDAക്കൊന്നും വലിയ വോട്ടില്ല, 10%-ഓളം വോട്ടുകളേ ഉള്ളൂ. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തവണ കേളു പരാജയപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വയനാട്ടിലുള്ള 3 മണ്ഡലങ്ങളിൽ 3ഉം തന്നെ UDFന് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. അടുത്തത് ഏറ്റവും വലിയ ഒരു ജില്ലയാണ്, പ്രാധാന്യമുള്ള ജില്ലയാണ്, മധുരമൂറുന്ന ജില്ലയാണ്, കോഴിക്കോടൻ ജില്ലയാണ്. ആ ജില്ലയിൽ ആകെയുള്ളത് 13 സീറ്റുകളാണുള്ളത്. ആ 13 സീറ്റുകളിൽ UDFന് കേവലം 2 സീറ്റുകൾ മാത്രമേ കഴിഞ്ഞ തവണ ഉണ്ടായുള്ളൂ. അത് തന്നെ കോൺഗ്രസിൻ്റെ MLAമാർ 10-25 കൊല്ലമായിട്ട് അവിടെ നിന്ന് ഒരാൾ പോലും ജയിച്ചിട്ടില്ല എന്നുള്ളത് കൂടി അറിയണം. ഈ 2 MLAമാരുള്ളത് ഒന്ന് കൊടുവള്ളിയിൽ നിന്ന് MK മുനീറും അതുപോലെ തന്നെ വടകരയിൽ നിന്ന് KK രമയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ 2 ഘടകകക്ഷികൾക്കാണ് MLAമാരുള്ളത്. അതിൽ നിന്ന് ഇത്തവണ വലിയ മെച്ചപ്പെടലുകൾ കോൺഗ്രസ് നടത്തും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം, ഓരോരോ മണ്ഡലങ്ങളായിട്ട്. അതിലൊന്നാമത്തേത് കാലിക്കറ്റ് നോർത്താണ്. കാലിക്കറ്റ് നോർത്തിൽ അവിടെ തോട്ടത്തിൽ രവീന്ദ്രനാണ് നിലവിലുള്ള MLA. അവിടെ മത്സരിക്കുന്നത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള K ജയന്താണ് മത്സരിക്കുന്നത്. നവ്യ ഹരിദാസ് എന്ന് പറയുന്ന BJPയുടെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് കൗൺസിലറാണ് മത്സരിക്കുന്നത്. വയനാട്ടിൽ മറ്റ് നിരവധി സ്ഥലങ്ങളിലൊക്കെ അവർ മത്സരിച്ചിട്ടുണ്ട്. അവിടെ ഇത്തവണ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. തോട്ടത്തിൽ രവീന്ദ്രൻ തന്നെ ജയിക്കാനാണ് സാധ്യത. അതിൽ ചെറിയ മാർജിനിലാണെങ്കിലും തോട്ടത്തിൽ രവീന്ദ്രൻ തന്നെ ജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഞാൻ കുറേ അധികം യാത്ര ചെയ്തിട്ടുള്ള ഒരു മണ്ഡലമാണ്. രണ്ടാമത്തത് കാലിക്കറ്റ് സൗത്താണ്. കാലിക്കറ്റ് സൗത്തിൽ ഇപ്പം നിലവിലുള്ള MLA എന്ന് പറയുന്നത് INLൻ്റെ അഹമ്മദ് ദേവർകോവിലാണ്.
യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ തന്നെ അഹമ്മദ് ദേവർകോവിൽ ജയിക്കേണ്ട ഒരു മണ്ഡലമല്ല അത്. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിക്കേണ്ട ഒരു മണ്ഡലമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ നൂർബിന റഷീദ് എന്ന് പറയുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥി കൊണ്ടുവന്ന് നിർത്തിയത് സമസ്തയിലെ ചില ആളുകൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവർ തോറ്റുപോയത്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനകത്ത് തന്നെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇത്തവണയും അവിടെ അഹമ്മദ് ദേവർകോവിൽ തന്നെയാണ് മത്സരിക്കുന്നത്. അദ്ദേഹം നമുക്കറിയാം മന്ത്രിയാണ്. അതുകൂടാതെ IUMLന്റെ ഒരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ഫൈസൽ ബാബു എന്നാണ്, യൂത്ത് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. അതുപോലെ NDAയുടെ T റനീഷാണ് മത്സരിക്കുന്നത്. NDAക്ക് അവിടെ 18, 15, 20% വോട്ടുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ അഹമ്മദ് ദേവർകോവിൽ ഇത്തവണ പരാജയപ്പെടുമെന്നുള്ളതാണ്. ഫൈസൽ ബാബു ജയിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയും അത് ജയിക്കേണ്ടതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വനിതാ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ്. പിന്നെ കാലിക്കറ്റ് നോർത്തിൽ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അവിടെ നവ്യ ഹരിദാസ് ഏതാണ്ട് ഒരു 25% 23% വോട്ട് പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതാണ് ഈ 2 മണ്ഡലങ്ങൾ. അടുത്തത് ഏലത്തൂരാണ്. അവിടെ നമുക്കറിയാം AK ശശീന്ദ്രൻ MLA ആണ് മത്സരിക്കുന്നത്. അദ്ദേഹം മന്ത്രിയാണ്. അദ്ദേഹം NCPയുടെ MLA ആണ്. AK ശശീന്ദ്രൻ പ്രായമൊക്കെ ആയി, പക്ഷെ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. അവരുടെ പാർട്ടിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പാർട്ടിയിലാകെ 4, 3, 7 ആളുകളെ ഉള്ളൂ. അതുകൊണ്ട് ആ പ്രശ്നമൊന്നും അവരെ ബാധിക്കില്ല. അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വിദ്യാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന KPCCയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ അവരാണ് മത്സരിക്കുന്നത്. NDAയുടെ T ദേവദാസു ആണ് മത്സരിക്കുന്നത്. NDAക്ക് അവിടെ താരതമ്യേന മറ്റ് 2 മണ്ഡലങ്ങളായിട്ടൊക്കെ വോട്ടിൻ്റെ ശതമാനം കുറവായിരിക്കും. ഈ മണ്ഡലത്തിൽ ഒരു 10-12% ഉണ്ടാവുള്ളൂ. അവിടെ ഏലത്തൂരിൽ ശശീന്ദ്രൻ തന്നെ ഇത്തവണ വളരെ എളുപ്പത്തിൽ ജയിക്കാനാണ് സാധ്യത. വലിയൊരു ഫൈറ്റ് ഉണ്ട് എന്നൊക്കെ നമുക്ക് പുറമേ തോന്നുമെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു ഫൈറ്റ് ഇല്ല. കാരണം ഏലത്തൂർ ഏതാണ്ട് LDFന് ഈസിലി ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. അടുത്തത് കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടിയിൽ കാനത്തിൽ ജമീല എന്ന് പറയുന്ന CPMന്റെ MLA ആയിരുന്നു ഉണ്ടായിരുന്നത്. അവർ നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവർ അന്തരിച്ചപ്പോൾ ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത് LDFന്റെ നിന്ന് CPMന്റെ K ദാസനാണ് മത്സരിക്കുന്നത്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് K പ്രവീൺ കുമാറാണ്. പ്രവീൺ കുമാർ കുറേ നാളുകളായി തന്നെ ആ മണ്ഡലത്തെ വളരെ കൃത്യമായി നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. K പ്രവീൺ കുമാർ എന്ന് പറയുന്ന DC പ്രസിഡന്റ് കോഴിക്കോട് എന്നുള്ള. NDAയുടെ മത്സരിക്കുന്നത് ചെറുപ്പക്കാരനായിട്ടുള്ള പ്രഫുൽ കൃഷ്ണയാണ്. NDAക്കും ഒരു 20% താഴെ വോട്ടുകളുണ്ട്. പക്ഷേ ഇത്തവണയും അവിടെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാനില്ല. അവിടെ നിന്ന് K ദാസൻ തന്നെ ജയിക്കും. ചെറിയ ഒരു 4-5% വോട്ടുകളുടെ വ്യത്യാസത്തിലാണെങ്കിലും പ്രവീൺ കുമാർ പരാജയപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാലുശ്ശേരിയാണ് അടുത്തൊരു മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ സച്ചിൻ ദേവാണ് MLA. അവിടെ LDFന്റെ CPMൽ ഇത്തവണ സച്ചിൻ ദേവ് തന്നെയാണ് മത്സരിക്കുന്നത്. UDFന്റെ VT സൂരജ് ആണ്. NDAയുടെ സതീശനാണ് മത്സരിക്കുന്നത്. BJPക്ക് ഒരു 10%, 8-10% വോട്ടുകളുണ്ട് അവിടെ. അതിൽ ഒന്നും പറയാനില്ല. സച്ചിൻ ദേവ് തന്നെ ഉറപ്പായിട്ടും ജയിക്കും. സച്ചിൻ ദേവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലെങ്കിൽ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞാൽ അറിയാം. എന്താണെങ്കിലും സച്ചിൻ ദേവിന്റെ മണ്ഡലത്തിലേക്ക് പോലും ആര്യ വോട്ട് ചോദിക്കാനൊന്നും പോയിട്ടില്ല. അത്രയും നല്ലത്. കാരണം മിക്കവാറും സച്ചിൻ ദേവോടെ എളുപ്പത്തിൽ തന്നെ ജയിക്കും അതുകൊണ്ട് എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ഇപ്പോൾ വലിയ തോതിൽ വിവാദമായിരിക്കുന്ന പേരാമ്പ്ര എന്ന് പറയുന്ന മണ്ഡലമാണ്. അതായത് പല രീതിയിലുള്ള മതം ഉപയോഗിച്ച് വോട്ട് ചോദിച്ചു എന്നും അതുപോലെ തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നു എന്നൊക്കെയുള്ള വലിയ വിവാദമായിട്ടുള്ളൊരു മണ്ഡലമാണ് പേരാമ്പ്ര. അവിടെ മത്സരിക്കുന്നത് LDFന്റെ CPMന്റെ TP രാമകൃഷ്ണനാണ് ഇപ്പോൾ അവിടുത്തെ MLA. അദ്ദേഹം LDFന്റെ കൺവീനറാണ്. അദ്ദേഹം അവിടെ IUMLനെ മത്സരിക്കുന്നത് ഫാത്തിമ തെഹലിയ എന്ന് പറയുന്ന ഇപ്പോൾ കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് ജയിച്ച ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നൂർബിന റഷീദ് അതിനെതിരെ ചില പത്രസമ്മേളനം നടത്തുകയും രാജിവെക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ മുസ്ലിം ലീഗിനകത്ത് ചെറിയ അനിഷ്ടങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കൂടാതെ ഇതേ ഫാത്തിമ തെഹ്ലിയെക്കുറിച്ചാണ് INL അതായത് അഹമ്മദ് ദേവർകോവിലേക്ക് ഒരു ആരോപണം ഉന്നയിച്ചത് ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയാണെന്നും. പിന്നെ NDAയുടെ മത്സരിക്കുന്നത് മോഹനാണ്. NDAക്ക് അവിടെ ഏതാണ്ട് ഒരു 7-8% വോട്ടുകളേ ഉള്ളൂ. അപ്പോൾ അതിൽ ഈ TP രാമകൃഷ്ണൻ എളുപ്പത്തിൽ ജയിക്കും എന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് കുറ്റ്യാടിയാണ്. കുറ്റ്യാടിയിൽ ഇപ്പോൾ KP കുഞ്ഞഹമ്മദ് മാസ്റ്ററാണ് MLA ആയിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് LDFന്റെ CPMന്റെ ആയിട്ട് മത്സരിക്കുന്നത്. പക്ഷേ UDFന്റെ അവിടെ വലിയൊരു സ്ഥാനാർത്ഥിയാണ്, വലിയ സമ്പന്നനായിട്ടുള്ള ഒരാളാണ് വന്ന് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പാറക്കൽ അബ്ദുള്ള എന്നുള്ളതാണ്. NDAയുടെ രാംദാസ് മണലേരി എന്ന് പറയുന്ന ഒരാളാണ് മത്സരിക്കുന്നത്. അവിടെ വലിയ അട്ടിമറി നടക്കും ഇത്തവണ. BJPക്ക് ഒരു 12%, 15% വോട്ടുകളേ ഉള്ളൂ. അതിൽ പാറക്കൽ അബ്ദുള്ള ജയിക്കാനാണ് ഇത്തവണ സാധ്യത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കുറ്റ്യാടി UDF തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്തൊരു മണ്ഡലം നാദാപുരമാണ്.
ഈ നാദാപുരത്തെ കഴിഞ്ഞ തവണ തന്നെ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, അതായത് DCC പ്രസിഡന്റ് ആയിട്ടുള്ള പ്രവീൺ കുമാർ, അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ചതാണ്. കേവലം 4035 വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. 83,000-ഓളം വോട്ടുകൾ അവിടെയുള്ള കറന്റ് MLA ആയിട്ടുള്ള EK വിജയന് കിട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ 79,000-ഓളം വോട്ടുകൾ പിടിക്കാനായിട്ട് പ്രവീൺ കുമാറിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അതൊരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ്. പക്ഷെ എങ്കിൽ പോലും ആ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുന്നത് LDFന്റെ CPIയുടെ, അതായത് വിജയനെ മാറ്റിയിട്ട് CPIയുടെ P വസന്തമാണ് മത്സരിക്കുന്നത്. P വസന്തം എന്ന പേര് കേൾക്കാത്തവർ പോലും സത്യൻ മൊകേരി എന്ന് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് CPIയുടെ നേതാവായിട്ടുള്ള, ഇവരും നേതാവ് തന്നെയാണ്. അപ്പോൾ അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ തവണ കോഴിക്കോട് നോർത്തിൽ മത്സരിച്ചിട്ടുള്ള KM അഭിജിത്താണ് അവിടെ മത്സരിക്കുന്നത്. KM അഭിജിത്ത് യഥാർത്ഥത്തിൽ നോർത്തിൽ തന്നെ മത്സരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തെ അങ്ങോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ KM അഭിജിത്താണ്. പിന്നെ NDAയുടെ ഒരു വിപിനാണ്. NDAക്ക് ഒരു 10% വോട്ടുകളേ ഉള്ളൂ. അപ്പോൾ ഇത്തവണ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിജയൻ അത്രത്തോളം കൃത്യമായി മണ്ഡലം നോക്കിയില്ല എന്ന കാര്യത്തിൽ പല തർക്കങ്ങളൊക്കെ ഉണ്ട്. പിന്നെ CPIക്ക് അകത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ മണ്ഡലത്തിന് പൊതുവെയുള്ള സ്വഭാവം ഇടതുപക്ഷത്തിനോട് ഒരുമിച്ച് നിൽക്കുന്നതാണെങ്കിൽ പോലും ഇത്തവണ അവിടെ KM അഭിജിത്ത് ഒരു അട്ടിമറി നടത്തും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്തത് വടകര എന്ന് പറയുന്ന ഒരു മണ്ഡലമാണ്. വടകരയിൽ നമുക്കറിയാം KK രമയാണ് ഇപ്പോഴത്തെ MLA എന്ന് പറയുന്നത്. RMPയുടെ MLA ആണ്. അതായത് നമ്മുടെ TPയുടെ ഭാര്യയായിട്ടുള്ള RMPയുടെ MLA ആയിട്ടുള്ള KK രമയാണ് മത്സരിക്കുന്നത്. KK രമ തന്നെയാണ് ഇത്തവണ വീണ്ടും മത്സരിക്കുന്നു. LDFിൽ നിന്ന് MK ഭാസ്കരനാണ് മത്സരിക്കുന്നത്. NDAയിൽ നിന്ന് ദിലീപാണ്. NDAക്ക് ഒരു ചെറിയ വോട്ടുകൾ 10-15% വോട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവിടെ നിന്ന് KK രമ തന്നെ വടകരയിൽ നിന്ന് ജയിക്കും. അടുത്തത് കൊടുവള്ളിയാണ്. കൊടുവള്ളിയിലെ നിലവിലുള്ള MLA ആയിരുന്നത് MK മുനീറാണ്. അദ്ദേഹം ഇത്തവണ പക്ഷേ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ്. UDFന്റെ IUMLന്റെ PK ഫിറോസ്, അതായത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന PK ഫിറോസ് ആണ് അവിടെ മത്സരിക്കുന്നത്. LDFിൽ നിന്ന് സലീം മടവൂരാണ് മത്സരിക്കുന്നത്. സലീം മടവൂർ യഥാർത്ഥത്തിൽ RJDയുടെ ജനതാദളിലേക്ക് ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് RJDയുടെ. പക്ഷേ അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. അദ്ദേഹം മർക്കസിൻ്റെയൊക്കെ സെക്രട്ടറിയാണ്. അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, ആളുകളൊക്കെ അറിയുന്നത്. പക്ഷേ PK ഫിറോസിനെ പിടിച്ചു കിട്ടാൻ കഴിയില്ല. വലിയ മാർജിനിൽ PK ഫിറോസ് ഇത്തവണ കൊടുവള്ളിയിൽ നിന്ന് നിയമസഭയിൽ എത്തും എന്നുള്ളതാണ്. അടുത്തത് കുന്നമംഗലമാണ്. വലിയ ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ്. PT റഹീം 4 തവണ അവിടുത്തെ MLA ആയിരുന്നു. ഇപ്പം അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്. അവിടെ LDF സ്വതന്ത്രനായിട്ടുള്ള PT റഹീമാണ്. അദ്ദേഹം നേരത്തെ മുസ്ലിം ലീഗുകാരനായിരുന്നു. പക്ഷെ അവിടെ IUMLന്റെ MA റസാഖ് മാസ്റ്ററാണ്, സുഹൃത്തായിട്ടുള്ള റസാഖ് മാസ്റ്ററാണ് മത്സരിക്കുന്നത്. പക്ഷേ അവിടെ സജീവൻ എന്ന് പറയുന്ന BJPയുടെ കാൻഡിഡേറ്റും ഉണ്ട്. BJPയുടെ കാൻഡിഡേറ്റ് 20%-ൽ താഴെ വോട്ട് പിടിക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ കാന്തപുരത്തിൻ്റെയൊക്കെ അടക്കം വലിയ പിന്തുണ യഥാർത്ഥത്തിൽ PT റഹീമിനുണ്ട്. അദ്ദേഹത്തിന് പ്രായമായിട്ടുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ അവിടെയുള്ള വിജയ സാധ്യത തന്നെ കുറവാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ട് അദ്ദേഹം കൊടുവള്ളിയിലേക്ക് മാറാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇത്തവണ CPMൻ്റെയൊക്കെ ബലത്തിൽ ഒരു വലിയ ചെറിയ നാരോ മാർജിനിൽ യഥാർത്ഥത്തിൽ അവിടെ PT റഹീം തന്നെ ജയിക്കും. അവിടെ കഴിഞ്ഞ തവണ തന്നെ ഒരു തവണ കൊടുവള്ളിയിൽ നിന്ന് റസാഖ് മാസ്റ്റർ പരാജയപ്പെട്ടത് 570 വോട്ടുകൾക്കാണെന്ന് അറിയണം. അതേപോലെ ചെറിയ വോട്ടുകൾക്ക് തന്നെ ആയിരിക്കും അവിടെ ആര് ജയിച്ചാലും റിസൾട്ട് ഉണ്ടാവുക മിക്കവാറും. പക്ഷേ PT റഹീമിന് തന്നെയാണ് ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉള്ളത്. അടുത്തൊരു മണ്ഡലം എന്ന് പറയുന്നത് തിരുവമ്പാടിയാണ്. തിരുവമ്പാടി ഇത്തവണ കോൺഗ്രസ് തിരിച്ചു ചോദിച്ചാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ കിട്ടിയാൽ VS ജോയ് എന്ന് പറയുന്ന മലപ്പുറത്തെ ജില്ലാ പ്രസിഡന്റിനെ മത്സരിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ അതിന് തൊട്ടു മുമ്പ് PV അൻവറിന് കൊടുക്കും എന്ന് പറഞ്ഞ് കേട്ടൊരു മണ്ഡലമൊക്കെയാണ്. പക്ഷെ അവിടെ മത്സരിക്കുന്ന MLA എന്ന് പറയുന്നത് ലിൻഡോ ജോസഫാണ്. അദ്ദേഹം വലിയ ജനകീയനായിട്ടുള്ള ഒരു MLA ആണ്. ഇത്തവണ മത്സരിക്കുന്നത് കാസിം എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് UDFന്റെ ഭാഗത്ത് നിന്ന്. സണ്ണി തോമസ് ആണ് മത്സരിക്കുന്നത് BJPയുടെ സ്ഥാനത്ത് നിന്ന്. അവിടെ കൂടുതലായിട്ടൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. അവിടെ ലിൻഡോ ജോസഫ് ഉറപ്പായും ജയിക്കും. ഏറ്റവും 13ാമത്തേതും കോഴിക്കോടുള്ള ഏറ്റവും അവസാനത്തേതുമായിട്ടുള്ള മണ്ഡലം എന്ന് പറയുന്നത് ബേപ്പൂരാണ്. വലിയ ജനശ്രദ്ധ ആകർഷിച്ച, ഏറ്റവും ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികൾ ഏതാണെന്ന് തീരുമാനിക്കപ്പെട്ട ഒരു മണ്ഡലമാണ്. അതിൽ സിറ്റിംഗ് MLA ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് തന്നെയാണ് മത്സരിക്കുന്നത്. നമുക്കറിയാം പിണറായി വിജയൻ്റെ മരുമകനായിട്ടുള്ള DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് റിയാസ് തന്നെയാണ് മത്സരിക്കുന്നത്. അദ്ദേഹം PWDയുടെയും ടൂറിസത്തിൻ്റെയും മന്ത്രിയായിരുന്നു. തരക്കേടില്ലാതെ അദ്ദേഹം മന്ത്രിസ്ഥാനം വഹിച്ചിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹവും അവിടുത്തെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് PV അൻവറാണ്. അദ്ദേഹം നേരത്തെ തന്നെ മുൻകൂട്ടി സ്ഥാനാർത്ഥിയാകാൻ പറ്റിയ ഒരാൾ അദ്ദേഹമാണ് PV അൻവർ.
അദ്ദേഹം വലിയ ഒരു ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും ഒറ്റക്കൊരു 10,000-ഓളം വോട്ടുകൾ 15,000 വോട്ടുകൾക്ക് സമാഹരിക്കാൻ കഴിയുന്ന ഒരാളാണ്. BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രകാശ് ബാബുവാണ് അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു 20% അടുത്ത് വോട്ട് കിട്ടാനാണ് സാധ്യത. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മാർജിനൊക്കെ കുറച്ച് കുറഞ്ഞാൽ പോലും യഥാർത്ഥത്തിൽ അവിടെ നിന്ന് മുഹമ്മദ് റിയാസ് ജയിക്കും. കഴിഞ്ഞ തവണ അദ്ദേഹം 30,000 വോട്ടുകൾക്ക് അടുത്ത് നിന്നാണ് ജയിച്ചത്. ഏതാണ്ട് അതേ വോട്ടുകൾക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ കുറവോടുകൂടി അദ്ദേഹം ജയിക്കും എന്നുള്ളതാണ് നമുക്ക് കാലിക്കറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. സോ ഏറ്റവും ഫൈനൽ ടാലി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, UDF-ന് 5 മണ്ഡലങ്ങളും അതുപോലെ LDF-ന് 8 മണ്ഡലങ്ങളും കിട്ടും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം. അതിൽ ഒന്ന് കാലിക്കറ്റ് സൗത്ത് ആണ്. അവിടെ IUML-ന്റെ ഫൈസൽ ബാബു നേടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അടുത്തത് നമുക്കറിയാം, ഈ പറയുന്ന പാറക്കൽ അബ്ദുള്ളയാണ് കുറ്റ്യാടിയിൽ നിന്ന് നേടാൻ പോകുന്നത്. മറ്റത് നാദാപുരമാണ്. അവിടെ നിന്ന് പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള KM അഭിജിത്ത് ജയിക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. നാലാമത്തേത് KK രമയാണ്. അഞ്ചാമത്തേത് PK ഫിറോസ് ആണ്. ഇങ്ങനെ 5 എണ്ണം ഉറപ്പായിട്ടും UDF-ൽ കിട്ടും എന്ന് പറഞ്ഞാൽ UDF-ന് നേട്ടമാണ്. കഴിഞ്ഞ തവണ 11-2 ആയിരുന്നു എന്നുള്ളത് നിങ്ങളെല്ലാവരും ഓർക്കണം. ഇനി അടുത്തത് നമുക്കെല്ലാം വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു ജില്ലയാണ്, അത് മലപ്പുറമാണ്. മലപ്പുറത്ത് ഇപ്പോൾ 16 സീറ്റുകളാണ് ആകെ ഉള്ളത്. അതിൽ UDF-ന് കഴിഞ്ഞ തവണ കിട്ടിയത് 12 എണ്ണമാണ്. LDF-ന് 4 എണ്ണമാണ് കിട്ടിയത്. ആ 4 എണ്ണം എന്ന് പറയുന്നത് താനൂരും പൊന്നാനിയും അതുപോലെ തവനൂരും നിലമ്പൂരുമാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ നമുക്കറിയാം നിലമ്പൂർ പിന്നീട് PV അൻവർ വിട്ടുപോയപ്പോൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ കയ്യിൽ LDF-ന്റെ കയ്യിലുള്ളത് 3 മണ്ഡലങ്ങളാണ്. ബാക്കി 13 എണ്ണത്തിലും UDF ആണ് ജയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ പ്രമുഖമായിട്ടുള്ളത് ലീഗാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതിൽ ഏറ്റവും ആദ്യത്തേത് കൊണ്ടോട്ടിയാണ്. കൊണ്ടോട്ടിയിൽ TB ഇബ്രാഹിം ആയിരുന്നു അവിടെ MLA എന്ന് പറയുന്നത്. അദ്ദേഹം ജയിച്ചത് തന്നെ 50.6% വോട്ടുകൾ നേടിക്കൊണ്ടാണ്. 17,666 വോട്ടുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ അവിടെ IUML-ന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് TP അഷ്റഫ് അലിയാണ്. എന്ന് പറഞ്ഞാൽ യൂത്ത് ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ നിന്ന് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു 52-53% വരെ വോട്ടുകൾ കിട്ടിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട. P ജിജിയാണ് സ്ഥാനാർത്ഥി. ഒരു 40%-അടുത്തേക്ക് മാത്രമേ വോട്ടുകൾ പിടിക്കുള്ളൂ. BJP-യുടെ സ്ഥാനാർത്ഥിക്ക് ഒരു 5%-ഓളം വോട്ടുകളേ ഉള്ളൂ. ഇതാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് മണ്ഡലം എന്ന് പറയുന്നത് ഏറനാടാണ്. അവിടെ സംശയമൊന്നുമില്ല, ഇപ്പോഴുള്ള നിലവിലുള്ള MLA ബഷീർ ആണ്. അദ്ദേഹം കഴിഞ്ഞ തവണ തന്നെ അവിടെ നിന്ന് ജയിച്ചത് 54.71% വോട്ട് മേടിച്ചുകൊണ്ടാണ്. 22,546 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു PK ബഷീറിന്. അതിൽ ഇത്തവണയും അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്. അവിടെ LDF-ലെ CPM-ലെ ഷഫീർ കീഴിശ്ശേരി എന്ന് പറയുന്ന ഒരാളാണ് മത്സരിക്കുന്നത്. പിന്നെ പ്രകാശ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് BJP-ക്ക് വേണ്ടി മത്സരിക്കുന്നത്. BJP അപ്രസക്തമാണ്. അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ PK ബഷീർ ഇത്തവണ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമുണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്തത് നിലമ്പൂരാണ്. നിലമ്പൂരിൽ കഴിഞ്ഞ തവണ ആര്യാൻ ഷൗക്കത്ത് ജയിച്ചത് ഒരു 10,000-ൽ-അധികം വോട്ട് നേടിക്കൊണ്ടാണ്. അത് PV അൻവർ ഒരു 19,820 വോട്ടുകൾ പിടിച്ചുകൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ അന്ന് തന്നെ ഒരു 30,000 വോട്ടിന് ജയിക്കുമായിരുന്നു. ആ 30,000 വോട്ടിന് ഇത്തവണ ആര്യാൻ ഷൗക്കത്ത് ജയിക്കും. അവിടെ മത്സരിക്കുന്നത് CPM-ന്റെ സ്വതന്ത്രനായിട്ടുള്ള ഷറഫ് അലിയാണ് മത്സരിക്കുന്നത്. ഷറഫ് അലി നമുക്കൊക്കെ അറിയാം, അദ്ദേഹം മറ്റേ സ്പോർട്സ് കൗൺസിലിലേക്ക് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. പിന്നെ ഗിരീഷ് മേക്കാടാണ്. അത് BJP-ക്ക് ഒരു 10-12% വോട്ടുകളെ അവിടെ ഉള്ളൂ. അതിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ ഉറപ്പായിട്ടും ആര്യാൻ ഷൗക്കത്ത് ജയിക്കും. അടുത്തൊരു മണ്ഡലം സംവരണ മണ്ഡലമാണ്. അത് വണ്ടൂരാണ്. അവിടെ നിരന്തരമായി ജയിച്ചുകൊണ്ടിരിക്കുന്നത് KPCC-യുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള AP അനിൽകുമാറാണ്. അവിടെ അനിൽകുമാർ തന്നെയാണ് ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. LDF-ന്റെ ദാമോദരനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. NDA-യുടെ ഒരു കുമാരദാസ് എന്ന് വന്നിട്ടാണ്. ഒരു സംശയവുമില്ല, വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് അനിൽകുമാർ ജയിക്കും. അനിൽകുമാർ ജയിച്ചാൽ മന്ത്രിയാകും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഒരു സംവരണ മണ്ഡലത്തിൽ നിന്ന് അത്തരത്തിൽ ജയിച്ചു വരുന്ന ഏക ആളാകാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. പിന്നെ അടുത്തത് മഞ്ചേരിയാണ്. മഞ്ചേരിയിലും കഴിഞ്ഞ തവണ UA ലത്തീഫാണ് മത്സരിച്ച് ജയിച്ചത്. 50%-ലധികം വോട്ടുകൾ നേടിക്കൊണ്ടാണ് ജയിച്ചത്. 14,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അവിടെ ഇത്തവണ IUML-ന്റെ റഹ്മത്തുള്ളയാണ് മത്സരിക്കുന്നത്. ഒരു സംശയവുമില്ല, അദ്ദേഹം ജയിക്കും. VM മുസ്തഫയാണ് LDF-ന്റെ മത്സരിക്കുന്നത്. ഒരു വലിയ മാർജിനിലായിരിക്കും ഉറപ്പായിട്ടും മുസ്ലിം ലീഗിന്റെ കാൻഡിഡേറ്റ് ജയിക്കുക. പിന്നെ ഒരു പത്മശ്രീ അജിത്താണ്. ഒരു 4% വോട്ടുകൾ കിട്ടും എന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല.
അടുത്ത വലിയൊരു ടൈറ്റ് നടന്നിട്ടുള്ള മണ്ഡലം മലപ്പുറത്ത് പെരിന്തൽമണ്ണയാണ് കഴിഞ്ഞ തവണ. അവിടെ നജീബ് കാന്തപുരമാണ് മത്സരിച്ചത്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, അദ്ദേഹത്തെയാണ് പൊക്കം കുറഞ്ഞു എന്ന് പറഞ്ഞ് കളിയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അട്ടിവെച്ചതുപോലെ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രയോഗമുണ്ടായത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അത് നജീബ് കാന്തപുരത്തെ കുറിച്ചായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ തവണ അവിടെ ജയിച്ചത് 38 വോട്ടുകൾക്കാണ് കേവലം ജയിച്ചത്. വലിയൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് 46.5% വോട്ടുകൾ UDFനും 46.4% വോട്ടുകൾ LDFനും കിട്ടിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. എന്ന് പറഞ്ഞാൽ 0.1% വ്യത്യാസത്തിലാണ് ഇത്തരത്തിൽ ഈ പറയുന്ന ഒരു MLA സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയത്. പക്ഷേ ഇത്തവണ നജീബ് കാന്തപുരത്തിനോട് മത്സരിക്കുന്നത് മുഹമ്മദ് ഹനീഫയാണ്. അതുപോലെ ബാബുരാജ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് NDAയുടെ മത്സരിക്കുന്നത്. ഇവരൊക്കെ ഒരു വോട്ടുകൾ പിടിക്കും. പക്ഷേ നജീബ് കാന്തപുരം അവിടെ വളരെ ഒരു കംഫർട്ടബിൾ മജോറിറ്റിയിൽ ഇത്തവണ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രത്തോളം അദ്ദേഹം ജനകീയനായിട്ടുള്ള ഒരു MLA ആണ് അവിടെ. പിന്നെ അടുത്തത് മങ്കടയാണ്. മങ്കട ഇത്തവണ വലിയ വിവാദമായിട്ടുള്ളൊരു മണ്ഡലമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മങ്കടയിൽ SDPI പിന്തുണ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളായിരുന്നു. അവിടെ മഞ്ഞളാംകുഴി അലിയാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. അദ്ദേഹത്തിന് 49.6% വോട്ടുകൾ കിട്ടിയിരുന്നു. 6426 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഇത്തവണയും അദ്ദേഹം തന്നെ ജയിക്കും. മുഹമ്മദ് കുന്നത്താണ് LDFൻ്റെ സ്ഥാനാർത്ഥി. ലിജോ പോളാണ് BJPയുടെ സ്ഥാനാർത്ഥി. രണ്ടുപേർക്കും മുഹമ്മദ് കുന്നത്ത് അത്യാവശ്യം വോട്ട് പിടിക്കും, ഒരു ഫൈറ്റ് കൊടുക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ BJPക്ക് ഒന്നും ചെയ്യാനില്ല. ഒരു 4%, 5% വോട്ടുകൾ മാത്രമേ അവിടെ ഉള്ളൂ. അടുത്തത് മലപ്പുറമാണ്. മലപ്പുറത്ത് P. ഉബൈദുള്ളയായിരുന്നു അവിടുത്തെ MLA എന്ന് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ തവണ ജയിച്ചത് 57.9% വോട്ട് നേടിയാണ്. എന്ന് പറഞ്ഞാൽ 35,208 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. 21% മാർജിൻ തന്നെ ഉണ്ടായിരുന്നു. അവിടെയും നമുക്ക് വേറൊന്നും പറയാനില്ല. ഇത്തവണ അവിടെ മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്ന 60% കടക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. LDFൻ്റെ മുജീബ് റഹ്മാനാണ് മത്സരിക്കുന്നത്. ഒന്നും ചെയ്യാനില്ല, വലിയ മത്സരമൊന്നും കൊടുക്കാനില്ല. അശ്വതി ഗുപ്തകുമാറാണ് BJPയുടെ മത്സരിക്കുന്നത്. വളരെ നോമിനലായിട്ടുള്ള വോട്ടുകൾ മാത്രം അവർ പിടിക്കും. അവിടെ നിന്ന് കുഞ്ഞാലിക്കുട്ടി വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. ഒരുപക്ഷെ ഇത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റത്തെ ഒരു തെരഞ്ഞെടുപ്പ് മത്സരമായിരിക്കും ഇത് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളൊരു മണ്ഡലം എന്ന് പറയുന്നത് വേങ്ങരയാണ്. വേങ്ങരയിൽ PK കുഞ്ഞാലിക്കുട്ടിയാണ് അവിടെ MLA ആയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ മലപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. ഇത്തവണ അവിടെ മത്സരിക്കാൻ വേണ്ടി സീറ്റ് കൊടുത്തേക്കുന്നത് KM ഷാജിക്കാണ്. അതുപോലെ LDFൻ്റെ സ്വതന്ത്രനാണ് മത്സരിക്കുന്നത്. അത് മുഹമ്മദ് സബാഹ് കുണ്ടുപുഴക്കൽ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം നേരത്തെ അവിടെ സ്വതന്ത്രനായി നിന്നുകൊണ്ട് തന്നെ 11,000-ഓളം വോട്ട് പിടിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു ഫൈറ്റ് കൊടുക്കാൻ തയ്യാറുള്ള LDFന് കിട്ടാവുന്ന നല്ല സ്ഥാനാർത്ഥിയാണ്. അവിടെയും ഇതുപോലെ SDPI അദ്ദേഹത്തെ പിന്തുണക്കും. കഴിഞ്ഞ തവണ അങ്ങനെ പിന്തുണച്ചതാണ്. അദ്ദേഹം കുറച്ച് സമ്പന്നനായിട്ടുള്ള ഒരാളാണ്. ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളാണ് BJPക്ക് വേണ്ടി NDAക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഒരു 4% വോട്ട് പിടിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി അവിടെ നിന്ന് വലിയ മാർജിനിൽ, ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിൽ ജയിക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത്. അത് 2 പേരുള്ളത്. ഒന്ന് കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വേങ്ങരയിൽ മത്സരിച്ച KM ഷാജിയാണ്. KM ഷാജിയും അതുപോലെ കുഞ്ഞാലിക്കുട്ടിയും. ആ ഭൂരിപക്ഷം ആർക്കായിരിക്കും കൂടുതൽ എന്നുള്ളത് മാത്രമേ നമുക്കവിടെ അറിയാനുള്ളൂ. അടുത്തത് വള്ളിക്കുന്നാണ്. വള്ളിക്കുന്നിൽ അബ്ദുൾ ഹമീദ് മാസ്റ്ററാണ് MLA ആയിട്ടിരുന്നതെന്ന്. 47.8% എന്ന് പറഞ്ഞാൽ 48% വോട്ടുകൾ കഴിഞ്ഞ തവണ നേടിയതാണ്. 10%-നടുത്ത് മാർജിനിലാണ് അദ്ദേഹം ജയിച്ചത്. 14,000-ലധികം വോട്ടുകൾ നേടിയാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഇത്തവണ അവിടെ മത്സരിക്കുന്നത് TB ഇബ്രാഹിമാണ്. ആ ഇബ്രാഹിം വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ നിന്ന് ജയിക്കും. എതിരായി മത്സരിക്കുന്നത് CP മുസ്തഫയാണ്. കൂടാതെ BJPയുടെ M. പ്രേമനുമാണ്. അപ്പോൾ ഇതിലൊന്നും വലിയ വോട്ടുകളുടെ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി അടുത്തത് തിരൂരങ്ങാടിയാണ്. തിരൂരങ്ങാടിയിൽ കറണ്ട് MLA എന്ന് പറയുന്നത് KP മജീദാണ്. അദ്ദേഹത്തിന് ഇത്തവണ സീറ്റില്ല. അവിടെ മത്സരിക്കുന്നത് ഈ ഒരു പ്രത്യേകതയുള്ള സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം IUML സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഒരു കമ്പനി സെക്രട്ടറിയാണ്. PMA സമീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിയായതാണ്. പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങളൊന്നും വഹിച്ചിരുന്നില്ല. പക്ഷേ ചന്ദ്രികയടക്കം നിരവധി സാമ്പത്തിക ഇടപാടുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന അദ്ദേഹമാണ്. LDFൻ്റെ മത്സരിക്കുന്ന അജിത് കോളാടിയാണ്. അതുപോലെ റിജു എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഈ മണ്ഡലങ്ങളിലെല്ലാം ഒരു 6-7% വോട്ടുകളെ BJPക്കുള്ളൂ. സമീർ അവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ഉറപ്പായും ജയിച്ചു വരും. കാരണം അത് മുസ്ലിം ലീഗിൻ്റെ ഒരു ഉറച്ച മണ്ഡലമാണ്. പിന്നെ അടുത്തത് താനൂരാണ്. താനൂരിൽ ഇപ്പോഴത്തെ MLA എന്ന് പറയുന്നത് V. അബ്ദുറഹ്മാനാണ് MLA. അദ്ദേഹം ഏറ്റവും ഒടുവിൽ പിണക്കമൊക്കെ ഉണ്ടാവുകയും താനൂരിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറയുകയൊക്കെ ചെയ്തതൊക്കെ നമുക്കറിയാം. അദ്ദേഹം തിരൂരിലേക്ക് മാറണം എന്ന് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അത് ഏറ്റവും ലാസ്റ്റാണ് സെറ്റിലായത് എന്ന് നമുക്കറിയാം.
ഇപ്പോൾ അവിടെ UDFിൻ്റെ IUML സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് PK നവാസ് ആണ്. അതായത് ഈ പറയുന്ന MSFിൻ്റെ പ്രസിഡന്റാണ് മത്സരിക്കുന്നത്. PK നവാസ് വലിയ ഭൂരിപക്ഷത്തോടെ അവിടെ ജയിക്കും. മുഹമ്മദ് സമീറാണ് LDFിൻ്റെ മത്സരിക്കുന്നത്. അതായത് അബ്ദുറഹ്മാൻ്റെ മണ്ഡലം LDFിന് നഷ്ടപ്പെടുകയും അത് UDFിന് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. ഒരു 12-14% വോട്ടുകളാണ് അവിടെ BJP നേടാനിരിക്കുന്നത്, 15% താഴെ. അടുത്തത് തിരൂരാണ്. തിരൂരിൽ നിലവിലുള്ള MLA എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരാളാണ്. എന്ന് പറഞ്ഞാൽ രീതികളിലൊക്കെ തന്നെ അദ്ദേഹം കുറുക്കോളി മൊയ്തീൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് അബ്ദുറഹ്മാൻ ഇത്തവണ ഫൈറ്റിന് വേണ്ടി ഇറങ്ങുന്നത്. വലിയ ഫൈറ്റ് ആയിരിക്കും, പക്ഷെ എങ്കിൽ പോലും അവിടെ നിന്ന് കുറുക്കോളി മൊയ്തീൻ ജയിക്കും. BJPയുടെ സ്ഥാനാർത്ഥി നാരായണനാണ്. അദ്ദേഹം ഒരു 5% വോട്ട് പിടിക്കാൻ സാധ്യതകളേ ഉള്ളൂ. പിന്നെ ഉള്ളത് കോട്ടക്കലാണ്. കോട്ടക്കലുള്ളത് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളാണ് ഇപ്പോഴത്തെ നിലവിലുള്ള MLA എന്ന് പറയുന്നത്. 51%-ലധികം വോട്ട് നേടിയാണ് അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത്. 10%-ലധികം വോട്ടുകളുടെ വ്യത്യാസം മജോറിറ്റി അദ്ദേഹത്തിനുണ്ടായിരുന്നു. 16,500-ലധികം വോട്ടുകൾ നേടിയാണ് അദ്ദേഹം ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഇത്തവണയും അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്. പ്രീതി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് LDFിൻ്റേത്. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നതാണ്. ഒരു കാര്യവുമില്ല. യഥാർത്ഥത്തിൽ ആബിദ് ഹുസൈൻ തങ്ങൾ ഉറപ്പായും അവിടെ ജയിക്കും കോട്ടക്കൽ. അടുത്തത് തവനൂരാണ് LDFിന് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം. കാരണം അവിടെ KT ജലീൽ MLA ആണ് മത്സരിക്കുന്നത്. LDF സ്വതന്ത്രനായിട്ട് KT ജലീൽ മത്സരിക്കുന്നു. അതുപോലെ UDFിൻ്റേത് VS ജോയി ആണ് മത്സരിക്കുന്നത്. മറ്റേ ഇടുക്കിയിൽ നിന്നുള്ള മലപ്പുറത്ത് നിന്നുള്ള ജില്ലാ പ്രസിഡന്റാണ് കോൺഗ്രസിൻ്റെ, അദ്ദേഹമാണ് മത്സരിക്കുന്നത്. പിന്നെ രവി തേലത്ത് എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി ഒരു 5%-ലധികം വോട്ട് പിടിക്കും. ഇവർ രണ്ടുപേരും തമ്മിലുള്ള മത്സരത്തിൽ ഒരു ചെറിയ മാർജിനിലാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവിടെ നിന്ന് KT ജലീൽ തന്നെ ജയിക്കും. ഒരുപക്ഷെ മാർജിൻ അല്പം കൂടിയാൽ പോലും, കഴിഞ്ഞ തവണയൊക്കെ വളരെ കട്ടിച്ച മാർജിനായിരുന്നു, അതിനേക്കാൾ ഒരു 5000 വോട്ടുകളുടെയെങ്കിലും ഭൂരിപക്ഷത്തിൽ ഇത്തവണ KT ജലീൽ അവിടെ നിന്ന് ജയിക്കും. അടുത്തത് പൊന്നാനിയാണ്. 16ാമത്തെയും ഏറ്റവും അവസാനത്തേതുമായിട്ടുള്ള മണ്ഡലം എന്ന് പറയുന്നത് മലപ്പുറത്തെ. അവിടെ P നന്ദകുമാറാണ് അവിടുത്തെ നിലവിലുള്ള MLA എന്ന് പറയുന്നത്. അദ്ദേഹം 51.5% വോട്ട് നേടി ജയിച്ചതാണ്. 17,043 വോട്ടുകളാണ് നേടിയത്. അപ്പോൾ അതിൽ LDFിൻ്റെ ഇപ്പോഴത്തെ മത്സരിക്കാൻ വേണ്ടി വരുന്നത് CPMൻ്റെ MK സക്കീറാണ്. പൊന്നാനി എന്ന് പറയുന്നത് LDFിൻ്റെ ഒരു ഉറച്ച മണ്ഡലമായിട്ടാണ് പലപ്പോഴും കണക്കൂട്ടുന്നത്. അവിടെ VD സതീശൻ്റെ കടുത്ത അനുയായിയായിട്ടുള്ള UDFിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് KP നൗഷാദ് അലിയാണ് മത്സരിക്കാൻ വേണ്ടി വരുന്നത്. അവിടെ NDAയുടെ മനീഷ് ജനകീയമാണ്. അദ്ദേഹത്തിന് ഒരു 10%-ഓളം വോട്ടുകൾ ഉണ്ടാവും. അവിടെ വലിയ ടൈറ്റ് ഫൈറ്റാണ്. പല സർവേകളിലും തന്നെ നൗഷാദ് അലി ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവിടെ എൻ്റെ ഒരു നോട്ടത്തിൽ അവിടെ ജയിക്കാൻ സാധ്യതയുള്ളത് MK സക്കീർ തന്നെയാണ്. MK സക്കീറിന് ഒരു ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും അദ്ദേഹം വഖഫ് ബോർഡിൻ്റെയൊക്കെ ചെയർമാനായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ജയിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് നിന്ന് യഥാർത്ഥത്തിൽ UDFിന് 14 സീറ്റുകൾ UDFിന് കിട്ടും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് 16-ൽ. അതുപോലെ 2 സീറ്റുകൾ, അതായത് തവനൂരും പൊന്നാനിയും മാത്രമാണ് യഥാർത്ഥത്തിൽ KT ജലീലിനും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ സക്കീറിനും മാത്രമാണ് LDFിന് ജയിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ ഞാൻ ഒരു വീഡിയോ എടുത്തപ്പോൾ ഒരു മിസ്റ്റേക്ക് കൂടി പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ. കാരണം അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നത് വാചസ്പതിയാണെന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹം ഹരിപ്പാടാണ് മത്സരിക്കുന്നത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട്. അമ്പലപ്പുഴയിൽ അദ്ദേഹമല്ല. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ മലപ്പുറത്ത് നിന്ന് 16-ൽ 14 സീറ്റുകൾ UDFിന് കിട്ടും, 2 LDFിന് കിട്ടും. കോഴിക്കോട് 13 സീറ്റുകളിൽ 5 UDFിന് കിട്ടും, 8 LDFിന് കിട്ടും. അതുപോലെ വയനാട് ഫൈനൽ ടാലി നോക്കുമ്പോൾ 3 UDFിന് കിട്ടും, LDFിന് ഒന്നും കിട്ടില്ല. കണ്ണൂരിൽ 11 3 UDFിന് കിട്ടും, ബാക്കി 8 LDFിന് കിട്ടും. അതുപോലെ കാസർഗോഡ് 5 സീറ്റാണ് ആകെയുള്ളത്, അതിൽ 2 UDFിന് കിട്ടും. ടോട്ടൽ ഈ ബാക്കി 3 LDFിന് കിട്ടും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ 48 സീറ്റുകൾ ഉള്ളതിൽ, അതായത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡുള്ള 48 സീറ്റുകളിൽ 27 UDFും 21 LDFും നേടും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിൽ നമുക്കറിയാം, ഇപ്പോൾ കണ്ണൂർ ആകെ നേടാൻ പോകുന്നത് പേരാവൂരും ഇരിക്കൂരും കണ്ണൂരും മാത്രമാണ്. അതുപോലെ കോഴിക്കോട് ഈ പറയുന്ന കോഴിക്കോട് യഥാർത്ഥത്തിൽ UDF നേടാൻ പോകുന്നത് കൊടുവള്ളിയും വടകരയും നാദാപുരവും അതുപോലെ തന്നെ കുറ്റ്യാടിയും കോഴിക്കോട് സൗത്തുമാണ്. അപ്പോൾ ഇത്തരത്തിൽ മലപ്പുറത്ത് നേടാൻ പോകുന്നത് തവനൂരും പൊന്നാനിയുമാണ്. വയനാട് മുഴുവൻ മണ്ഡലങ്ങളും തന്നെ UDF നേടും. അപ്പോൾ ഇത്തരം മണ്ഡലങ്ങളെല്ലാം എടുത്തു വെച്ചാൽ 48-ൽ 27 UDFും 21 LDFും എന്ന നിലയിലാണ് എത്തുന്നത്. ബാക്കി 5 മണ്ഡലങ്ങളുടെ കാര്യം നാളെ കൂടി പറയും.